ഹായ്, ഞാൻ ഡോക്ടർ ടിനു സാറ എബ്രഹാം, കൺസൾട്ടൻറ്റ് ഡെർമറ്റോളജിസ്റ്റ്, ബോ എസ്തെറ്റിക്ക സ്കിൻ ക്ലിനിക്, കൊച്ചി, കോട്ടയം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മെലാസ്മ അഥവാ കരിമംഗല്യം എന്നതിനെക്കുറിച്ചാണ്. ഇന്ന് പൊതുവെ സ്ത്രീകളിലും പുരുഷന്മാരിലും കാണുന്ന ഒരു പ്രോബ്ലമാണ് മെലാസ്മ എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഒരു ബ്രൗണിഷ് ഓർ ഡാർക്കർ ഒരു പാച്ചസ് ആയിട്ടായിരിക്കും നമ്മുടെ ഫേസിൽ കാണുക. മെയിനായിട്ടും ഫോർഹെഡിലും ചീക്കിലും ചിൻ നോസ് ഏരിയാസിൽ ഡാർക്ക് ബ്രൗൺ പാച്ചസ് ഓർ ഡിസ്കളറേഷൻ ആയിട്ടാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത്. ഇതിന്റെ മെയിൻ കോസസ് എന്ന് പറയുന്നത് മെയിൻലി ഹോർമോണൽ ഇംബാലൻസ് ആണ്. സോ ഹോർമോണൽ ഇംബാലൻസ് ആയതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ കൂടുതലും ഡെലിവറിക്ക് ശേഷം, പ്രഗ്നൻസിക്ക് ശേഷമാണ് കൂടുതലായിട്ടും ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹോർമോണൽ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആൾക്കാരിൽ, ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് പോലുള്ള ടാബ്ലറ്റ്സ് എടുക്കുന്ന ആൾക്കാരിലും ഇത് കൂടുതലായി കാണാറുണ്ട്. വേറൊരു അഗ്രവേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് സൺ എക്സ്പോഷർ ആണ്. സൂര്യപ്രകാശം അടിച്ചു കഴിയുമ്പോഴും ഈ ഡാർക്ക്നെസ് അല്ലെങ്കിൽ ആ പാച്ചിന്റെ ആ ഡിസ്കളറേഷൻ കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. വേറെ ഒരു കാരണം എന്ന് പറയുന്നത് ജെനറ്റിക്സ് അല്ലെങ്കിൽ ഒരു ഹെറിഡിറ്ററി ആയിട്ടും നമുക്ക് ഈ മെലാസ്മ അല്ലെങ്കിൽ കരിമംഗല്യം ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ ടൈപ്സ് എന്ന് പറയുന്നത് പല രീതിയിലുള്ള മെലാസ്മയുണ്ട്. അതായത് എപ്പിഡേർമൽ, ഡെർമൽ ആൻഡ് മിക്സഡ് ടൈപ്പ്. എപ്പിഡേർമൽ എന്ന് പറയുമ്പോൾ ഈ പിഗ്മെന്റേഷൻ മെയിനായിട്ടും സൂപ്പർഫിഷ്യൽ ലെയേഴ്സ് ഓഫ് സ്കിന്നിലായിരിക്കും കാണുക. ഡെർമൽ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഡീപ്പർ ആയിട്ടായിരിക്കും പിഗ്മെന്റേഷൻ ഡെവലപ്പ് ചെയ്യുക. ഡീപ്പർ പിഗ്മെന്റേഷൻ ആണെങ്കിൽ ഒരു ബ്ലൂയിഷ് ടിഞ്ച് പോലെ നമുക്ക് ഈ ഡാർക്കർ പാച്ചസിന്റെ കൂടെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മിക്സഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ എപ്പിഡേർമലും ഡെർമലും ഒരുമിച്ച് വരുന്ന കണ്ടീഷൻസിന് നമ്മൾ മിക്സഡ് ടൈപ്പ് ഓഫ് മെലാസ്മ എന്നും പറയും. ഇതിന്റെ ട്രീറ്റ്മെന്റ് ബേസിക്കലി സൺ എക്സ്പോഷർ ആണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. നമ്മൾ ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻസ് മസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് SPF 30 ഉള്ള ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻസ് ആണ് നമ്മൾ യൂഷ്വലി പ്രിസ്ക്രൈബ് ചെയ്യാറ്. അതുകൂടാതെ ടോപ്പിക്കലായിട്ടും ഓറൽ ഡ്രഗ്സ് ആയിട്ടും നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ടോപ്പിക്കൽ ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾ കാലാകാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്രീമാണ് ട്രിപ്പിൾ കോമ്പിനേഷൻ ക്രീം. പക്ഷേ ഇന്ന് വളരെയധികം ആൾക്കാർ അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം ഇവർ ഈ പ്രിസ്ക്രിപ്ഷൻ ഒന്നും കൂടാതെ തന്നെ ഫാർമസികളിൽ പോയി ഈ ട്രിപ്പിൾ കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നത് വഴി വളരെയധികം ഡാമേജ് സ്കിന്നിന് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ട്രിപ്പിൾ കോമ്പിനേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ സൂപ്പർവിഷനിൽ മാത്രമാണ് ട്രിപ്പിൾ കോമ്പിനേഷൻ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതല്ലാതെ വേറെ ക്രീംസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആബ്യൂട്ടിൻ കണ്ടെയ്നിങ് അല്ലെങ്കിൽ വൈറ്റമിൻ സി, കോജിക് ആസിഡ് ഇങ്ങനത്തെ ഡീപിഗ്മെന്റിംഗ് കണ്ടന്റ്സ് ഉള്ള ക്രീംസും മെലാസ്മ ഉള്ള ആൾക്കാരിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓറൽ ഡ്രഗ്സിൽ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ട്രാനെക്സാമിക് ആസിഡ് കണ്ടെയ്നിങ് ടാബ്ലറ്റ്സ്, അതുപോലെ തന്നെ ആന്റി ഓക്സിഡൻറ്റ്സ്. ഇനി ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിൽ അടുത്തതായി വരുന്നത് പ്രൊസീജിയേഴ്സ് ആണ്. പ്രൊസീജിയേഴ്സ് മെയിൻലി കെമിക്കൽ പീലിംഗും ലേസറും ആണ് നമ്മൾ ചെയ്യാറ്. കെമിക്കൽ പീലിംഗ് എന്ന് പറയുമ്പോൾ എത്ര ഡെപ്തിലാണ് പിഗ്മെന്റേഷൻ എന്നനുസരിച്ചിട്ടാണ് നമ്മൾ പീല് ഡിസൈഡ് ചെയ്യുന്നത്. സൂപ്പർഫിഷ്യൽ പീൽസ് ഉണ്ട്, ഡീപ് പീൽസ് ഉണ്ട്. അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പീൽസ് ഗ്ലൈക്കോളിക് ആസിഡ് പീൽസ്, ട്രൈക്ലോറോ ആസിറ്റിക് ആസിഡ് പീൽസ്, അതുപോലെ തന്നെ ഫെറുലിക് ആസിഡ്, അങ്ങനത്തെ പല കണ്ടന്റ്സ് ഉള്ള പീൽസും നമുക്ക് മെലാസ്മയിൽ യൂസ് ചെയ്യാം. ലേസർ നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്നത് ക്യൂ-സ്വിച്ച്ഡ് എൻഡിയാഗ് ലേസർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതും ഇതുപോലെ നമ്മൾ മൾട്ടിപ്പിൾ സിറ്റിംഗ്സ് ആയിട്ടാണ് വരിക. 3 to 4 വീക്സ് ഗ്യാപ്പിൽ ഒരു 4 to 5 സിറ്റിംഗ്സ് എങ്കിലും മിനിമം നമ്മൾ മെലാസ്മയ്ക്ക് ചെയ്യാറുണ്ട്. ബട്ട് ജനറലി നമ്മൾ കെമിക്കൽ പീൽസ് ആണ് കൂടുതലും മെലാസ്മയ്ക്ക് ചെയ്യാറ്. ലേസർ ട്രീറ്റ്മെന്റ്സും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്.